ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാ വിശേഷം? ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഫുഡാണല്ലേ? എന്താണ് ഫുഡ്? ഞാൻ രാവിലെ വണ്ടി പോയിരുന്നു. അൽഹംദുലില്ലാ, അന്ന് 3-4 ഓട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നും കിട്ടിയ ഒന്ന് അല്ലെങ്കിൽ രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. കൊറേ ദിവസം ഇങ്ങനെ 3-4 ഓട്ടം ഒത്തു കിട്ടിയിട്ട് എന്താ പൊന്നോ എന്തേ അടക്കി കുറച്ചേരം അഭിയായക. അപ്പൊ കുട്ടിമോ എന്താ ചോറുന്നാ വന്നതാണ്. വർക്ക്ഷോപ്പ് ചോറുന്നാ വന്ന് പള്ളിയിലൊക്കെ പോയി വന്നാണ്. ഇന്നത്തെ സ്പെഷ്യല് ബീഫ്, മുരിങ്ങാക്കായി, ബീഫ് വളർത്തിയതല്ലേ? ബീഫ് ഫ്രൈ ആണ്. ബീഫ് തന്നെ വരട്ടിക്കാണ്ട് ഇന്ന് ആക്കിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി അത് കണ്ട് പൊരിച്ചാന്ന്. ശരിക്കും ബീഫ് വളർത്തിയതാണെന്താ വെറുതാണ് പേരിട്ടത്. ആരെങ്കിലും എന്തേലും ബീഫ് ഒന്നും ഉണ്ടാവില്ല, അതേമാതിരി പറഞ്ഞു. അപ്പൊ ഉണ്ടാക്കിണ്ടോ? അപ്പൊ ബീഫ് വളർത്തിയത്. കുട്ടിമോന് നല്ല വിശന്നിക്കണ്. രാവിലെ ഒരു ദോശ തിന്നുള്ളൂ, ഒരൊറ്റ ദോശ. എത്ര നിർബന്ധിച്ചാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരൊറ്റ ദോശ. അവനക്ക് ഇഷ്ടപ്പെട്ട അത്രയും മുതലാണെങ്കിൽ 2-3 തിന്നും. അതും ഭയങ്കര അവനക്ക് തടി വെക്കും വേണം, ഭക്ഷണം കഴിക്കാനും പാടില്ല. ശരിക്കും പറഞ്ഞ ഉമ്മാന്റെ ആദ്യം കൂടി പോയിട്ടില്ല, ഉമ്മാന്റെ തീറ്റയും കൂടി ഒന്നും ഇല്ല അല്ലേ? ഇപ്പൊ പിന്നെ പച്ച പാവൊന്നും തിന്നില്ല. പാവാണ്, വളരെ കൺട്രോൾ ചെയ്ത്. ഇപ്പാന്റെ രീതിയിൽ പോയിട്ടില്ല. ഇപ്പാന്റെ രീതിയിൽ പോയിട്ട് ഞാൻ പറയണ ഏറ്റവും നല്ലത്. ഇമ്മക്ക് ഞാൻ പോട്ട് ചോറല്ല തിന്നണേ. നല്ല ഇപ്പൊ കണ്ടീര് അധ്വാനിച്ച് കൊടുന്ന ചോറ തിന്നണത്. അപ്പൊ എനിക്ക് നല്ല മനസ്സിലാവും. അപ്പൊ അങ്ങനെ വെച്ചാല് ഞാന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിന്ന് ഭക്ഷണം ഉണ്ടാക്കണത്. അതായത് ബീഫ് ഫ്രൈ എന്ന് വെച്ചാൽ എല്ലാരും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷെ ഓരോരുത്തർക്ക് കുറെ സ്റ്റൈൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ഉണ്ടാക്കണ പോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും. അത് നിങ്ങളൊന്ന് കാണിക്കാം എങ്ങനെയാണെന്നുള്ളല്ലേ. അപ്പൊ എന്താ പറയാ, മുരിങ്ങാക്കായും പരിപ്പുള്ള കറി. അത് പിന്നെ എല്ലാവരും ഉണ്ടാക്കണതാണ്. നമ്മളെ കേരളക്കാരെ മൊത്തം ഉണ്ടാക്കേണ്ട ഒരു കറിയാണ് അത്. മുരിങ്ങാക്കായും പരിപ്പും കൂടെ ഉള്ള കറി. അത് പിന്നെ ഞങ്ങളെ കാണിച്ചിട്ടില്ല. എല്ലാരും ഒരേ സ്റ്റൈലിൽ ഉണ്ടാക്കുള്ളൂ. നല്ല ഇതായിക്കാരല്ലേ ബീഫ് ഫ്രൈയും തേങ്ങ അരച്ചു കണ്ടല്ലേ. പുളിങ്കറി പിന്നെ അത് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മുരിങ്ങാക്കായ ഇവിടെ ഉണ്ടായതുകൊണ്ട് മുരിങ്ങാക്കായും പരിപ്പും ഉണ്ടാക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടോക്കി. ഇഷ്ടപ്പെട്ടവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കിട്ടാ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്താളി. കുട്ടിമോനെ എന്തേ പറയണ്ട? ഒന്നും പറയാല്ലേ, ഭയങ്കര മൂഡ് പോയിക്കണേ. അവനെ നമ്മള് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്കൂൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരു വർക്ക്ഷോപ്പിൽ പോവുകയാണ്. അപ്പൊ അവിടുന്ന് ആള് വന്നതാണ്. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോവും. ജുമ ആയതുകൊണ്ട് ഇന്ന് ജുമയ്ക്ക് പിരിഞ്ഞ് വന്നാണ്. അപ്പൊ ഏതായാലും ചോറ് വിളമ്പാണ്, വിളമ്പാനുള്ള ആള് റെഡിയാണ്. ഞാനാണ് വിളമ്പ ചോറിട്ടാ. ഞാൻ വിളമ്പി എല്ലാം റെഡിയാക്കി ബാടി ചോറ് അറിയില്ലേ. അല്ല കാര്യം പറയട്ടെ, ഞാൻ എന്തെങ്കിലും പറയല്ല, ഒറിജിനലേ അങ്ങനെയാണ്. അപ്പൊ ഏതായാലും ഓരോരുത്തേക്ക് അതോ ആണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച അങ്ങനൊന്നുമില്ല. എല്ലാരും പണിയെടുക്കണം, അങ്ങനല്ലേ? പെണ്ണുങ്ങൾ അടുക്കളയ്ക്ക് മാത്രമായിട്ട് പടച്ചു കിട്ടുമെന്നില്ലല്ലോ. അങ്ങനൊന്നുമില്ല, എല്ലാവരും പണിയെടുക്കുക, വെക്കണം അതിലൊക്കെ അല്ലേ. അപ്പോ ഞങ്ങള് നാരങ്ങ മുട്ടായി കഴിക്കണ്ട. നാരങ്ങ മുട്ടായി ഞങ്ങളൊക്കെ കഴിക്കലുണ്ടാ. ഞങ്ങൾ ഇന്നും ആ നാരങ്ങ മുട്ടായി, കടല മുട്ടായി അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നും കഴിക്കലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാണ്ട് അയച്ചു തരാം. ഒരു മണുണ്ട്, വെറുതെ അല്ല, ഒരു കരിഞ്ഞ മണം. ഞാൻ പ്ലാസ്റ്റിക് എന്തെങ്കിലും കരിഞ്ഞാ വിചാരിച്ചു. ഇതാണ് വെറുതെ അല്ല. അപ്പൊ വരും ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഇവൾ ഉണ്ടാക്കലെന്ന് കാണിച്ചു തരട്ടാ. ഓരോരുത്തർക്കും ഓരോ ഗ്രേവി ആക്കുകയാണ് നല്ലത്. അതിന്റെ ടേസ്റ്റ്, ഒറിജിനൽ ടേസ്റ്റ് ഗ്രേവിയാണ്. അപ്പൊ ഇനി ഇവർക്കൊക്കെ ഇഷ്ടം, ചെക്കന്മാർക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി കാണണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പരന്ന പാത്രത്തിലിട്ടിട്ട് ആ ഗ്രേവി എന്ത് ചെയ്ത് എന്നിട്ട് പൊരിച്ചെടുത്ത്, പൊരിക്കല്ല എന്നിട്ട് ഡ്രൈ ആക്കി എടുത്ത്. എന്നാ ഗ്രേവി വേറെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഫുഡ് കഴിക്കാൻ എല്ലാം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയോ കാണിച്ചു തരാം. പിന്നെ ഫുഡ് ഇവിടുന്ന് കൊണ്ടാവാൻ എല്ലാം ഇന്നത്തെ എല്ലാം ഇന്ന് ഉച്ചക്കത്തെ വിശേഷങ്ങളാണുള്ളത് അല്ലേ. ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡിന്റെയും കാര്യങ്ങളും ഒരുപാട് ആളുകൾ കമന്റ് ഇത് ഇവിടെ പരിയില്ല, അതാ വീടെടുക്കാനേ പറ്റൂല, രസം കിട്ടൂല. ഞാന് മറ്റേ കമ്മിക്ക് സംസാരിക്കാൻ കിട്ടൂല. കുറെ പേര് കമന്റ് ചെയ്ത് നിങ്ങൾ നാടൻ ഫുഡുകളൊക്കെ ചെയ്യുകൊണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കറി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോ ബീഫ് ഫ്രൈന്റെ ഇട്ടാട്ടാ. അതെ. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടോക്കി. നിങ്ങളും ഇതുപോലെയാണോ ഉണ്ടാക്കലെന്നൊന്ന് കണ്ടോക്കി. ഇത് നല്ല ടേസ്റ്റ് ആട്ടാ. ഇങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കലെന്നുള്ളത്. അല്ലെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാല് എന്താണ്, ഒരു ദിവസം പറപ്പൂര് ചെന്നപ്പോള് കോയളാപ്പുണ്ട് ഉണ്ടാക്കണേ. അപ്പൊ പുറത്തം പെട്ടുട്ടാ. അപ്പൊ അത് അതേപോലെ ആമ ഉണ്ടാക്കണ കണ്ടുകാണ് ഞാന് ഉണ്ടാക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ചെന്നപ്പോ ആ ബീഫ് കൂടി. പിന്നെ അതേപോലെ ഇവിടെ പക്ഷെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്തിട്ടാ. അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യണ്ട, ഇത് ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും. കണ്ടു നോക്കല്ലേ. അപ്പൊ വീട്ടിലേ പോകാൻ വരും. അപ്പൊ നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കട്ടാ. എങ്ങനെയാ നോക്കാം, കാണിച്ചു തരാം.
അപ്പോൾ ഇതാ ബീഫ് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ടുകാണ്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയതിൻ്റെ ശേഷം പിന്നെ ഒന്ന് വേവിച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ചെറിയ ഉള്ളി, വല്യുള്ളി, പിന്നെ പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്. നിങ്ങളടുത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ, പെരിഞ്ചീരകം. ഞാൻ എന്ത് ചെയ്ത് വീഡിയോ ഓണാക്കാതെ വീഡിയോ എടുത്തിട്ട് കുറച്ച് ഫസ്റ്റ് ഭാഗം പെട്ടിട്ടില്ല, അത് ഞാൻ പറഞ്ഞുതരാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവയും പെരിഞ്ചീരകം പൊട്ടിച്ചതിൻ്റെ ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇട്ട് കണ്ട് ഒന്ന് ഇതാക്കി വാടിൻ്റെ ശേഷം അയക്കാണ് ഈ ഉള്ളിയും വല്യുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കട്ടോ. ഒന്ന് നല്ലോണം വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാണ് അത് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില കുറവേന്ന് അത് നല്ല അത്യാവശ്യം കൂടെ വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് അത്യാവശ്യം വാടിക്കോട്ടെ, എന്നിട്ടാണ് മസാലകൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിൽ മല്ലി ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഇടാനുള്ളത് നമ്മൾ മല്ലിപ്പൊടി ഉപയോഗിക്കില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ മുളക് പൊടി പാകത്തിന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഭാഗം ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പം ഇനി ഇത് ഇതിലേക്ക് ഇടട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി അത് നല്ല വഴണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇതായിക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഈ വെള്ളത്തോട് ഒഴിക്കാം. ഈ കുക്കർ എന്താ സംഭവം വെച്ചാൽ ഇറച്ചി വേവിക്കുമ്പോൾ നല്ല വെള്ളം, അത് ഇറച്ചി വെള്ളമില്ലാതെ വേവിച്ചുകൊണ്ട് ഇറച്ചിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും വേണം ഒഴിച്ചാൽ ആ ഉള്ളിൻ്റെ ഒക്കെ മസാല ഉണ്ടല്ലോ അത് ഇറച്ചിയിൽ കുടിക്കാനും വേണ്ടിയിട്ട് അത് ചുവറ്റിയതാണ്. അപ്പോൾ ഇതൊന്നൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നല്ല തിളപ്പിച്ച് കണ്ടുകൊണ്ട് വറ്റിച്ചെടുക്കട്ടെ, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് വരും. ഞാൻ ആ ചട്ടിയിൽ നിന്ന് ഈ ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട്, അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുള്ള ചട്ടിയല്ലേ, അപ്പോൾ എനിക്കൊരു ലെവലിട്ട് ഇപ്പോൾ ഇതിലേക്ക് മാറ്റി കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ബീഫ് ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വേറെ കൂടുതലായിട്ട് ഐറ്റംസുകളൊന്നുമില്ല. മുരിങ്ങക്കായും പരിപ്പും കൂടിയുള്ള കറിയും ബീഫ് ഫ്രൈയും. എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? അപ്പോൾ ഇതെല്ലാവരും മോനും എല്ലാവരും എനിക്ക് ഇവിടെ മാളുവിൻ്റെ ചെയറോട് കഴിഞ്ഞെടുക്കേണ്ടത് ആൾ വരുന്നുണ്ട്. മാളും അവിടെ ഇരിക്കാൻ പോകുന്നത്. അതെ, ഇതവിടെ കുപ്പായിടാത്ത കാക്ക ഇവിടെ ഉണ്ട്. കാന കേസായ നാരായട്ടൻ അനിയനാണല്ലേ കുഞ്ഞുവാ? കുഞ്ഞുവാ ഇവിടെയൊക്കെ ചൂടായതുകൊണ്ട് ഷർട്ടിടായില്ല കുഞ്ഞുവാ. അപ്പൊ ബീഫ് ഇതുണ്ട്, നിങ്ങള് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. കാണാൻ ഭംഗിയുള്ളതൊന്നും മറ്റുള്ളതിന് നന്നായിക്കോണമെന്നില്ല. എന്തായാലും എന്താ നോക്കാം. അതായത് നമ്മളെ ഭാര്യത്തിന് നൗഷാദ് എന്ന് പറയും. അപ്പോൾ നമ്മളെ കുട്ടികളുടെ മാളുടെ ഉപ്പാനായിട്ടൊക്കെ മുമ്പ് ഒരുമിച്ച് ജോലി ചെയ്തിട്ട് നമ്മളെപ്പോഴും പോകുമ്പോൾ നമുക്ക് നല്ല പുറമാത് എന്ന് പറയാം. ഇറച്ചി തന്നെ തരുവാണ്. അപ്പൊ എല്ലാ ഐറ്റംസും ഇതിൽ അടങ്ങിയ ഈ ഇറച്ചിയിൽ എല്ലാ ഐറ്റം 10 ഐറ്റംസ് ആയിട്ടും. അതെ, ചെറുനാവ് എന്ന് പറയുന്നത് ചെറുനാവ് എന്ന് പറയാം. എല്ലാ ഐറ്റം ഉണ്ടായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ബീഫ് ഉണ്ടാക്കിയത്. അതിന്റെ പുറത്ത് മാളുവിന്റെ കൈപ്പുണ്യം കൂടി ആയപ്പോ ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. ഇതിക്ക് ശരിക്കും വേണ്ടത് ഈ ചോറല്ല കേട്ടോ. ഇതിന് വേണ്ടത് ശരിക്കും പൊറാട്ടയാണ് വേണ്ടത്. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകണ കേസ് കേട്ടോ അല്ലേ? എവിടെ എന്നുള്ളത് ആ ഇതിന് മസാല കൂടുതൽ പിന്നെ അല്ല പിന്നോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി വീഡിയോ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ടേസ്റ്റ് ഉണ്ട്, ബീഫ് ടേസ്റ്റ് ഉണ്ട്, കാര്യം പറയും.